മാന്യ പ്രേക്ഷകർക്ക് ദൈവത്തിൻ്റെ വലിയ നമസ്കാരം. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് ഡോക്ടർ രാജു കെ ബേബി. MBBS ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പഠിച്ചു. അതിനുശേഷം MS അഹമ്മദാബാദ് മെഡിക്കൽ കോളേജിൽ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിച്ചു. ഏതാണ്ട് 33 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ എൻ്റെ സ്വന്തമായ ക്ലിനിക്ക് കൊട്ടാരക്കരയ്ക്കടുത്ത് തൃക്കണമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് കോടതിക്കടുത്ത് ഞാൻ പ്രയർ ക്ലിനിക്സ് നടത്തുന്നു. അതിൻ്റെ ഫോൺ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വിലയേറിയ സംശയങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും, ഫോണിൽ കൂടിയോ അല്ലാതെയോ. അതിനുവേണ്ടി ഫോൺ നമ്പർ ചുവടെ ചേർത്തിട്ടുണ്ട്. ഇതെൻ്റെ പുതിയൊരു എപ്പിസോഡാണ്. ഈ ഒരു വ്യത്യസ്തമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് മൃഗങ്ങളുടെ കടി എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഏത് മൃഗം കടിച്ചു കഴിഞ്ഞാലും അവിടെ ഇഞ്ചക്ഷൻ എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതായത് നമ്മുടെ കരടിയാകട്ടെ, അല്ലെങ്കിൽ പട്ടിയാകട്ടെ, അല്ലെങ്കിൽ പൂച്ചയാകട്ടെ, ഏതായിരുന്നാലും നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യകത ഉണ്ട്. എന്നാൽ എലി മാത്രം നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ അതിനൊരു TT മാത്രം എടുത്താൽ മതി, മറ്റൊന്നും ചെയ്യണ്ട. പക്ഷേ എലി കൂടാതെ ഈ എലിയിൽ തന്നെ ചില വെറൈറ്റികളുണ്ട്. അത് പെരിച്ചാഴി എന്നൊക്കെ പറയുന്ന പന്നി എലി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ നമ്മളെ കടിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ റാബീസ് വാക്സിൻ എടുക്കേണ്ടി വരും. ഇത് അനേകർക്ക് ഇന്ന് സംശയമുള്ളതായിട്ടുള്ള ഒരു കാര്യമാണ്. എപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കണം, എപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കണ്ട എന്നതിനെക്കുറിച്ച്. നമ്മുടെ നാട്ടിൽ നായ്ക്കൾ വളരെ സുലഭമാണ്. ഗവൺമെൻറ് പലവിധമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു. അതിന് ആൻറ്റി റാബീസ് വാക്സിൻ കൊണ്ടുവന്നു. അതുമാത്രമല്ല, നായ്ക്കളെ വന്ധീകരിക്കുക, നായ്ക്കളെ കൂട്ടിലിട്ടടയ്ക്കുക, നായ്ക്കളെ സംരക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് പല നായ് സംരക്ഷണ പദ്ധതികളും കൊണ്ടുവന്നിട്ടും ഇന്ന് അപകടത്തിൻ്റെ മേജർ കാര്യം, ഒരു വലിയ കാര്യമെന്ന് പറയുന്നത് ഈ നായ് കുറുകെ ചാടുന്നത് കൊണ്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ നായ്ക്കളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഈ നായ്ക്കൾ അത്ര നന്ദിയുള്ളവരാണെങ്കിലും പക്ഷേ പലപ്പോഴും കൊല്ലുന്നവരായി മാറുന്നത് ഒരു സാധാരണകരമായ സംഭവമാണ്. ഈ നായ്ക്കടികൾ 3 നമുക്ക് തിരിക്കാനായിട്ട് പറ്റും. ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 എന്ന് പറയുന്ന 3 കാര്യമായിട്ട് നമുക്ക് തിരിക്കാനായിട്ട് പറ്റും. അതായത് ക്ലാസ് 1 വൂണ്ടിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് പറയാനായിട്ട് പോവുകയാണ്. ഈ ക്ലാസ് 1 വൂണ്ടെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവിടെ ഒരു വൂണ്ടില്ല. ഈ പട്ടികളൊന്ന് നക്കുക, അല്ലെങ്കിൽ പട്ടികളെ വായി കൊണ്ട് നമ്മളെ കടിക്കാതിരിക്കുക, അല്ലെങ്കിൽ കടിച്ചതുപോലെ അഭിനയിക്കുക, ഇങ്ങനെ നക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇൻടാക്റ്റ് ആയിട്ടുള്ള തൊലിപ്പുറത്ത് നക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സ്വഭാവമാണ്. ഇങ്ങനെയുള്ള നക്കൽ, അല്ലെങ്കിൽ അത് നമ്മളെ കാല് കൊണ്ടൊക്കെ ഒന്ന് ചവിട്ടുകയോ ഒക്കെ ലാളിക്കുന്ന ആൾക്കാർക്കറിയാം. പലതരം നായ്ക്കളെന്ന് സുലഭമാണ്. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് ക്ലാസ് 1 ബൈറ്റ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ വലിയ ബൈറ്റൊന്നും അതിനകത്ത് വരുന്നില്ല. പക്ഷേ നമ്മുടെ ശരീരത്തിലെ ആ തൊലി വളരെ ഇൻടാക്റ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ അത് ക്ലാസ് 1 ബൈറ്റ് ക്ലാസ് 2 ബൈറ്റായി മാറും. അപ്പോൾ ഈ ക്ലാസ് 1 ബൈറ്റിനെ സംബന്ധിച്ചോളം നമ്മൾ ഈ നക്കിയ സ്ഥലമൊന്നും വെറുതെ നമ്മളത് കൈ കഴുകാതിരിക്കരുത്. നന്നായിട്ട് സോപ്പ് അല്ലെങ്കിൽ ഹാൻഡ് വാഷ് വെച്ച് നമ്മൾ അത് കഴുകണം. കഴുകി വൃത്തിയാക്കി നമ്മുടെ ശരീരത്തെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അപ്പോൾ ചില ആൾക്കാർ ഈ പെറ്റിനെ കട്ടിലേലും കിടത്തി, കസേരയിലും കിടത്തിയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ള കടിയൊക്കെ കിട്ടാനായിട്ട് വളരെ സാധ്യത കൂടുതലാണ്. എങ്കിലും ഈ ക്ലാസ് 1 ബൈറ്റ് നമുക്ക് വെറുതായിട്ടൊന്ന് കഴുകിയാൽ മതി. ഇനി ക്ലാസ് 2 ബൈറ്റ് എന്ന് പറയുന്ന മറ്റൊരു ഭാഗമുണ്ട്. ഈ ക്ലാസ് 2 ബൈറ്റ് എന്ന് പറയുമ്പോൾ അവിടെ സ്ക്രാച്ച് വരും. ഈ സ്ക്രാച്ച് വിത്ത് ഓർ വിത്തൗട്ട് ബ്ലീഡിങ് ആണ്. ചിലപ്പം ബ്ലീഡ് ചെയ്യില്ലെന്നിരിക്കും. നമുക്കതൊരു പ്രശ്നമൊന്നുമല്ല. നമ്മുടെ പട്ടി ഇമ്മ്യൂണൈസ്ഡ് ആണ്, അത് കുഴപ്പമൊന്നുമില്ല എന്ന് നമുക്ക് തോന്നിയാലും
നമ്മൾ ഈ സമയത്ത് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ ചില ഒരു പഠിപ്പീരുണ്ട്, അതായത് നിങ്ങൾ നായ്ക്കളെ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ, നായ്ക്കളെ വാഴ്ത്തോറും ഓരോ വർഷം നിങ്ങൾ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ഇത് കടിച്ചാലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അബറേഷൻ ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ സ്ക്രാച്ച് മാർക്ക് ഉണ്ടാക്കിയാലും നിങ്ങൾ ഇഞ്ചക്ഷൻ ഒന്നും എടുക്കണ്ട എന്ന ഒരു പഠിപ്പീരുണ്ട്. പക്ഷേ അത് പൂർണ്ണമായി ശരിയല്ല. ഇഞ്ചക്ഷൻ എടുക്കുന്നതാണ് നല്ലത്. പിന്നെ സർക്കാർ ആശുപത്രി, സർക്കാർ മേഖല അത് മുഴുവനായിട്ട് അങ്ങ് കൈയടക്കിയത് പോലെയാണ്. എന്നാൽ പ്രൈവറ്റ് ആശുപത്രിയിലും ഇത് വളരെ സുഖമാണ്. പ്രൈവറ്റ് ആശുപത്രിയിൽ കൂടുതലും ഇൻട്രാമസ്കുലറായിട്ടാണ് കൊടുക്കുന്നത്. സർക്കാർ ആശുപത്രിയിൽ 4 ഡോസ് അത് ഇൻട്രാഡെർമലായിട്ടാണ് കൊടുക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ തൊലിപ്പുറത്താണ് കൊടുക്കുന്നതായിട്ട് കാണുന്നത്. അത് രണ്ടുമായിട്ട് വിഭാഗിച്ച് 2 സ്ഥലത്ത്, അതായത് 2 ഡെൽറ്റോയിഡിൽ അല്ലെങ്കിൽ 2 തൈയുടെ അപ്പുറത്തും ഇപ്പുറത്തും കൊടുക്കാം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തു വരുന്നത് സർക്കാർ ആശുപത്രിയിൽ. എന്നാൽ പ്രൈവറ്റ് ആശുപത്രിയിൽ കൂടുതൽ ഇപ്പോൾ ഇൻട്രാഡെർമൽ വാക്സിൻ അല്ല കൊടുക്കുന്നത്. ഇപ്പോഴും പ്രൈറാബിപൂർ അല്ലെങ്കിൽ വെറോറാബ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റാബി വാക്സിൻ എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ കൊടുത്ത് വരുന്നു. അത് ഇൻട്രാമസ്കുലർ 5 ഡോസാണ്. സർക്കാർ ആശുപത്രിയിലാണെങ്കിൽ അത് 0, 3, 7, 28 ഇങ്ങനെ 4 ഡോസിനും, പ്രൈവറ്റ് സ്ഥാപനങ്ങളിലാണെങ്കിൽ ഇൻട്രാമസ്കുലറായിട്ട് അതായത് മസിലിൻ്റെ ഉള്ളിൽ 0, 3, 7, 14, 28. പിന്നെ ചില ആൾക്കാർ ഇപ്പോഴും 90 വയസ്സിൽ 90-ാം ദിവസവും കൊടുക്കുന്നതായിട്ട് കാണും. അങ്ങനെ കൊടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ ഒരു ഇഞ്ചക്ഷൻ കൂടുതൽ എടുത്തെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. ആൾക്കാർ ഇത് കേട്ട് പേടിക്കും. ഈ സമയത്ത് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നേരെ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. പല ആൾക്കാരും 2 എണ്ണം എടുക്കും, പിന്നീട് എടുക്കത്തില്ല, പിന്നെ ഓടിക്കൊണ്ട് വരും. പിന്നെ പേ പിടിക്കുമ്പോഴാണ് ഇവർ ഓടിക്കൊണ്ട് വരുന്നത്. പിന്നെ പേ പിടിച്ചിട്ട് അതൊന്നും കാര്യമില്ല. പല സമയത്തും ഞാൻ ഗവൺമെൻറ് ഹൗസിലൊക്കെ ഇരിക്കുന്ന സമയത്ത് 15 ദിവസം കടിച്ച് പട്ടി 15 ദിവസത്തിന് ശേഷമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അവർക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ സമയത്തേക്ക് ഇത് ന്യൂറോൺസിൽ കൂടി പകർന്ന് മറ്റ് സ്ഥലങ്ങളിലോട്ട് വ്യാപരിച്ചിരിക്കും. റാബീസ് ഒരിക്കലും അവർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് 100% മോർട്ടാലിറ്റിയിലേക്ക് നയിക്കും. അല്ലെങ്കിൽ 3% മരണം ഉറപ്പാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് ക്ലാസ് 2 ബൈറ്റ് നമ്മൾ സോപ്പിട്ട് കഴുകണം. അത് ഫസ്റ്റ് എയ്ഡായിട്ട് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം നമ്മൾ വെളിയിൽ പോയി അത് ഗവൺമെൻറ് ആശുപത്രിയിലോ പ്രൈവറ്റ് ആശുപത്രിയിലോ പോയി ഇത് വേണ്ടതായിട്ടുള്ള പരിചരണം ചെയ്യണം, വേണ്ട ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് ഞാൻ ഉത്ബോധിപ്പിക്കുകയാണ്. ഇനി 3ാമതൊരു ബൈറ്റുണ്ട്. ആ ബൈറ്റിനെ നമ്മൾ പറയുന്നത് ക്ലാസ് 3 ബൈറ്റ്സ് എന്നാണ്. നമ്മുടെ ഫിംഗർ, അതായത് കൈയുടെ ഫിംഗേഴ്സിൽ അല്ലെങ്കിൽ പാംസിൽ അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് കടിക്കുക, അല്ലെങ്കിൽ വളരെ ആഴത്തിൽ കടിക്കുക. ചില ആൾക്കാരെ ചില പട്ടികളൊക്കെ കടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ കടിച്ച് മുറിച്ച് ഒരു സ്പൂണിൻ്റെ രൂപത്തിൽ തന്നെ ആക്കും. നമ്മുടെ മുഖമൊക്കെ ഒരു സ്പൂണിൻ്റെ രൂപത്തിലാക്കും. അങ്ങനെയുള്ളത് ക്ലാസ് 3 വൂൺസാണ്. ഈ ക്ലാസ് 3 വൂൺസിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവിടെ നമുക്ക് 1, 2, 3 ഇഞ്ചക്ഷൻ അല്ല, പിന്നെ ആ കിട്ടിയ ദിവസം തന്നെ, കടി കിട്ടിയ ദിവസം തന്നെ ഈ വൂണ്ടിന് ചുറ്റിനും ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറയുന്ന പ്രത്യേക മരുന്നുണ്ട്. കുറച്ച് വിലയുള്ള മരുന്നുകളാണ്. അത് നമ്മൾ അത് വാങ്ങിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ എടുത്തോ ചെയ്താൽ അത് വൂണ്ടിന് ചുറ്റിനും ഇത്ര മണിക്കൂറിനകം കൊടുക്കണമെന്നുണ്ട്. അത് 24-28 മണിക്കൂറിനകം കൊടുത്ത് അതിൻ്റെ വൂണ്ടിന് ചുറ്റിനും ഇൻഫിൽട്രേറ്റ് ചെയ്താൽ മാത്രമേ നമുക്കതിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കിട്ടത്തുള്ളൂ. അതുപോലെ ഈ മുഖത്ത് കടിക്കുന്ന കടി അല്ലെങ്കിൽ ചുണ്ടിൽ കടിക്കുന്ന കടി, ഇതൊക്കെ വളരെ ഡേഞ്ചറസ് ആണ്. ഈ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിച്ചിട്ട് ഈ പറഞ്ഞ 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം നിങ്ങൾ ഇഞ്ചക്ഷൻ എടുക്കണം. അത് അത്യാവശ്യമായിട്ട് എടുക്കണം. ആ സ്ഥലമെല്ലാം കഴുകി വൃത്തിയാക്കണം. ഇനി പട്ടി കടിക്കാതെ നമ്മൾ കാത്ത് പരിപാലിക്കേണ്ടത് നമ്മുടെ തന്നെ ആവശ്യമാണ്. പിന്നെ ചില ആൾക്കാർ പറയും, ഞങ്ങളുടെ പട്ടി നല്ല സുന്ദരം പട്ടിയാണ്, പട്ടിക്ക് ജമീന്നും ഒക്കെ ഇന്ദിരയെന്നും ഗംഗയെന്നും ഒക്കെ പേരിടും, അപ്പോൾ ടൈഗർ, കൈസർ എന്നൊക്കെ പേരിടും. അപ്പം നമ്മൾ ഈ പട്ടിയെ അങ്ങനെയൊക്കെ ലാളിച്ച് വളർത്തുമെങ്കിലും ഈ പട്ടി പലപ്പോഴും